വെൽക്കം ടു ഐഡിയാസ് വ്ലോഗ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇത് പറയാനുള്ള റീസൺ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ടോപ്പിക് എന്ന് പറയുന്നത് ബോഡി ഷെയ്മിംഗ് ആണ്. അതായത് കഴിഞ്ഞ ദിവസം എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ കുറച്ച് പേർക്കൊന്നും അമ്മേനെ ഇഷ്ടമല്ല, ആ വ്യക്തികളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം മോളെ? അമ്മയ്ക്ക് ഭയങ്കര വണ്ണ, അതുകൊണ്ട് ഈ പറഞ്ഞവർക്കൊന്നും അമ്മേനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞിരുന്ന വ്യക്തികൾ എന്നെ കളിയാക്കുന്ന കേട്ടിട്ട് അവൾക്ക് മനസ്സിലായ എന്തോ അതാണ് അവൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാനത് തമാശയ്ക്ക് എടുത്തിട്ടുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ ചെറിയ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ചിന്തകൾ വരികയാണ്, അങ്ങനെ ഒരു 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 അബദ്ധധാരണകൾ. ഇതിപ്പോൾ എൻ്റെ കേസിൽ ഞാൻ 64 kg ഉണ്ട്. ഐ ആം 64 kg. ഞാൻ 64 kg ഉണ്ട്. അതിന് എനിക്കൊരു ഷെയിം തോന്നുന്നില്ല. കാര്യം എൻ്റെ പഴയ കോലം നിങ്ങൾ കണ്ടാൽ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ പറയും ഇതാണ് ആര്യയ്ക്ക് ഭംഗിയെന്ന്. കാരണം അങ്ങനത്തെ കോലമായിരുന്നു എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടം ഇപ്പോഴേ ഞാനിരിക്കുന്ന ഈ സൈസാണ്. പണ്ടത്തെ എൻ്റെ കോലം അത് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഇടാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എന്നെ അന്നേരം ഭയങ്കരമായിട്ട് എനിക്ക് ആ സമയത്ത് ബോഡി ഷേമിങ്, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തേക്കാളും ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ് ആ സമയത്തായിരുന്നു. അപ്പോൾ ഇതെന്താ ഇല്ലരിച്ച് ഹസ്ബൻഡിനും ഭയങ്കര വിഷമമായിരുന്നു. ഹസ്ബൻഡ് പറയപ്പോഴും ഇത്തിരി കൂടെ വണ്ണം വെക്കണം. പിന്നെ ഡെലിവറി കഴിഞ്ഞ് 2 ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് എനിക്കിപ്പോൾ ഒരുവിധം വണ്ണം വെച്ചത്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ വണ്ണം വെച്ചവരെയും വണ്ണം കുറഞ്ഞവരെയും കറുത്തവരെയും ഇങ്ങനെയുള്ളവരെ ദൈവത്തോട് കളിയാക്കാതിരിക്കുക. കാര്യം നിങ്ങൾ ഈ പറയുമ്പോൾ അത് കുഞ്ഞു കുട്ടികൾ വരെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. എൻ്റെ മോൾ സ്വാഭാവികമായിട്ടും അവളുടെ ക്ലാസ്സിൽ വണ്ണമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കളിയാക്കാൻ തുടങ്ങും. പക്ഷെ അത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പൊതുവേ ഒരു ഉദാഹരണമുണ്ട്. ഈ ചോറെന്ന് പറഞ്ഞ ഒരു സാധനം കഴിച്ചാൽ ഭയങ്കര വണ്ണം വെക്കും, ഭയങ്കര ഇതാണ് ചോറ് കഴിച്ചാൽ വണ്ണം വെക്കും എന്നുള്ളത്. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചോട്ടെ. ഈ കലോറി ഇല്ലാത്ത, അതായത് എന്ത് സാധനം കഴിച്ചാലാണ് നമുക്ക് വണ്ണം വെക്കാത്തത് ഒന്ന് പറഞ്ഞു തരാമോ? കാര്യം എനിക്ക് ചോറ് ഇഷ്ടമാണ്, പക്ഷേ ഞാനൊരു അളവിൽ കൂടുതൽ ചോറ് കഴിക്കാറില്ല. ഞാൻ കഴിക്കുന്നത് ഒരു കപ്പ് ചോറാണ്. ഒരു കപ്പ് ചോറ് ഞാൻ കറക്റ്റ് അളവ്, ഒന്നില്ലെങ്കിൽ 8 സ്പൂൺസും അല്ലെങ്കിൽ ഞാനൊരു ചെറിയ കപ്പ്, അങ്ങനെ അളവ് എനിക്ക് അവിടെ വീട്ടിലുണ്ട്. ഞാൻ അതനുസരിച്ചിട്ടാണ് ചോറെടുക്കുന്നത്. ഒന്നും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക, ഒരു കപ്പ്, ഒരു കുടവല്ല, ഒരു കപ്പ്, മനസ്സിലായോ? അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് പച്ചക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരു കപ്പ് ചോറിന് കൂടുതലും കറികളിട്ടിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. പിന്നെ അടുത്തത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ചോറ് കഴിച്ചാലേ വണ്ണം വെക്കും എന്നുള്ളതൊരു അബദ്ധധാരണയാണ്. ചോറിലുള്ള കലോറീസ് എന്ന് പറയുന്നത് 130 ആണ്. ചപ്പാത്തിയിലുള്ള കലോറീസ് എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ. പിന്നെ ടപ്പിയൊക്ക, അതിൻ്റെ കലോറി എന്ന് പറയുന്നത് 130 ആണ്. പിന്നെ നെക്സ്റ്റ് മൈദയുടെ കലോറി എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഇതിൻ്റെ കലോറീസ് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. അതായത് നമ്മൾ വിചാരിക്കും ചോറ് കഴിച്ചാൽ വണ്ണം വെക്കും, ചപ്പാത്തി കഴിച്ചാൽ വണ്ണം വെക്കില്ലെന്ന്. ആര് പറഞ്ഞു? ഇതൊക്കെ നിങ്ങളുടെ അബദ്ധധാരണകളാണ്. അതായത് ഇതിലൊക്കെ വരുന്ന കലോറീസ് ഏകദേശം എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന അളവാണ് നിങ്ങൾ മാറ്റേണ്ടത്. ആ അളവ് കൺട്രോൾ ചെയ്ത് തന്നെയാണ് ഞാൻ പോകുന്നത്. മറ്റുള്ളവരെ കളിയാക്കുക എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എന്ത് സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതായത് അവർ വണ്ണം വെച്ചു, നിങ്ങളുടെ ആ ഹാപ്പിനെസ് ആണോ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് കളിയാക്കലായിട്ട്? പക്ഷെ ഞാനൊരു കാര്യം പറ്റാം, അത് നിങ്ങളുടെ പൊട്ടത്തരമല്ലേ? അതായത് അവർക്ക് വണ്ണം വെച്ച് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ലൈഫ് ലോങ് അവർ വണ്ണം വെച്ചിരിക്കണം ആണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ മിണ്ടരുത്. കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാൽ അവരെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അവർ വണ്ണം കുറയ്ക്കാൻ നോക്കും. 10 പ്രാവശ്യം 10 ആൾക്കാർ അവരെക്കുറിച്ച് വണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞ് കുറ്റം പറയുമ്പോൾ അവർക്ക് സ്വയം ഒരു മോട്ടിവേഷനാണ് വണ്ണം കുറയ്ക്കാനുള്ളത്. അപ്പോൾ അവർക്ക് വണ്ണം കുറയരുതെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളെ ദൈവത്തെ ഓർത്ത് കളിയാക്കാൻ പോകരുത്. ഓർത്ത് നിങ്ങൾ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക. നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങളെങ്ങനെയാണ്, നിങ്ങളുടെ ഷേപ്പ് എന്താണ്. ഈ വയറൊക്കെ ഇപ്പോൾ പ്രസവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് മറ്റുള്ളവരെ കളിയാക്കുന്നത്.
അപ്പോൾ പിന്നെ പണ്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ കോലം? എക്സലും ഡബിൾ എക്സലൊക്കെ ഡ്രസ്സ് ഇട്ടവർ ഇപ്പോൾ ഒന്ന് ക്ഷീണിച്ചെന്നോർത്ത് മറ്റുള്ളവരെ കളിയാക്കണതിൽ അർത്ഥമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആരെയും ഇതുവരെ ബോഡി ഷെയിമിംഗ് എന്നുള്ള രീതിയിൽ ആരെയും കളിയാക്കിയിട്ടില്ല. ക്ഷീണിച്ചാലും വണ്ണം വെച്ചാലും അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കുക, അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിന് ഞാനൊരു കാരണമായിരിക്കും. താങ്ക് യു സോ മച്ച്.